ബോട്ടണിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഇന്ന് നമ്മൾ സെഷൻ 2 പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന് എസെക്ഷൽ റീപ്രൊഡക്ഷനും അതിന്റെ പാറ്റേൺ ആൻഡ് ഡീറ്റെയിൽസ്, രണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ അതിന്റെ ഇവന്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പോവുക സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കാണ്. ഈ രണ്ടു തരം റീപ്രൊഡക്ഷന്റെയും ഡെഫിനേഷനും അതിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇനി ഈ ചാപ്റ്ററിൽ ശേഷിക്കുന്ന ഭാഗം മുഴുവനും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡെഫിനേഷൻ എന്ന് കാണാം. Is the type of reproduction by the formation of gametes and gametic fusion. Gamete formation, gametic fusion അല്ലെങ്കിൽ fertilization ഉള്ള type of reproduction ആണ് sexual reproduction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ സെക്സ് ഉണ്ട്, സെക്ഷൽ ഗമീറ്റ്സ് ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോ സെക്സ് ആൻഡ് നോ സെക്ഷൽ ഗമീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഗമീറ്റ് ഫോർമേഷനും ഗമേറ്റിക് ഫ്യൂഷനുമുള്ള റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. പിന്നെ നമ്മൾ പേരന്റ്സിന്റെ എണ്ണം പറഞ്ഞിരുന്നു. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ 1 പേരന്റ് മതി, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പേരന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ചെറിയ ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും 2 പേരന്റ് വേണമെന്ന് നിർബന്ധമില്ല. പേരന്റ്സ് യൂണിസെക്ഷൽ ആണെങ്കിൽ 2 വേണം, മെയിൽ പേരന്റും വേണം, ഫീമെയിൽ പേരന്റും വേണം. എന്നാൽ ബൈസെക്ഷൽ പേരന്റ്സ് ഉള്ള ആനിമൽസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ട്. അവരില് 2 സെക്സും ഉള്ളതിനാൽ 1 പേരന്റ് മാത്രമാണെങ്കിലും മതിയാകും. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ദിസ് ഈസ് സ്ലോ, ഇലാബറേറ്റ് ആൻഡ് കോംപ്ലക്സ്. വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇതിന്റെ അകത്ത് ഗമീറ്റ് ഫോർമേഷനും ഫ്യൂഷനും ഒക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇലാബറേറ്റ്, കുറച്ചും കൂടി വിപുലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലക്സ് ടു, സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഗമീറ്റിക് ഫ്യൂഷനും ഗമീറ്റ് ഫോർമേഷനും ഹോർമോൺ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ കോംപ്ലക്സ്. Then the fusion product of sexual reproduction is called zygote. Sexual reproduction, male and female gametes ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന ഫ്യൂഷൻ പ്രോഡക്റ്റ് സെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് സൈഗോട്ട് എന്ന് പറയും. നമ്മൾ ഒരു പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പേരന്റ്സ് പങ്കെടുക്കുകയാണെങ്കിൽ, 1 ഈസ് മെയിൽ ആൻഡ് ദ അതർ ഈസ് ഫീമെയിൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് മെയിൽ ഗമീറ്റും ഉണ്ടാവുന്നു, ഫീമെയിൽ ഗമീറ്റും ഉണ്ടാവുന്നു. 2 പേരും കൂടെ ഫ്യൂസ് ചെയ്യുന്നു. ഗമീറ്റിക് ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ പുതിയൊരു സെല്ല് അവിടെ ഉണ്ടാവുന്നു. ആ സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈഗോട്ട് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ പറയുന്നു, ദ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഈസ് സൈഗോട്ട് ആൻഡ് ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സെൽ ഓഫ് എവറി ഓർഗാനിസം ഫോംഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്തൊരു പോയിന്റ് നോക്കൂ. ദ ഓഫ്സ്പ്രിങ്സ് ഫോംഡ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ നോട്ട് ഐഡന്റിക്കൽ. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഐഡന്റിക്കൽ ആണ് ആൻഡ് ദേ ആർ എക്സാക്ട് കോപ്പീസ് ഓഫ് ദെയർ പേരന്റ്സ്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് ഒക്കെ എങ്ങനെയാണ്? ദേ ആർ നോട്ട് ഐഡന്റിക്കൽ ടു ഈച്ച് അതർ ആസ് വെൽ ആസ് ടു ദെയർ പേരന്റ്സ്. ഐഡന്റിക്കൽ അല്ലാതാകാൻ കാരണം ഇതാണ്, മെയിൽ പേരന്റിനകത്ത് അവിടെ ഉള്ള ഒരു പ്രത്യേകതരം ക്രോമസോംസ് ആണ്, ഫീമെയിൽ പേരന്റിലെ ക്രോമസോംസും ഡിഫറെന്റ് ആണ്. അപ്പൊ 2 ക്രോമസോം മിക്സിംഗ് വരുന്നത് കൊണ്ടാണ് പുതിയ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിട്ടിരിക്കുക. ഇനി ഒരു പേരന്റിൽ തന്നെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നതെങ്കിലും ആ ഗമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ക്രോസിംഗ് ഓവർ നമ്മൾ കഴിഞ്ഞ വർഷം സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചാണ്. നടക്കുമ്പോൾ ജനറ്റിക് എക്സ്ചേഞ്ച് ഒക്കെ നടന്നിട്ടാണ് ഗമീറ്റുകൾ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് എങ്ങനെയായിരിക്കും? നോൺ ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോൺ ഐഡന്റിക്കൽ ആകുന്നതിന് നമ്മൾ പറയുന്നതാണ് ജനറ്റിക് വേരിയേഷൻ എന്ന് പറയും. ജനറ്റിക് വേരിയേഷൻ, ജീനോടൈപ്പില് വേരിയേഷൻ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് ഒരുപോലെ ഇരിക്കില്ല. നെക്സ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കാണാൻ പോവുകയാണ്. നോക്കൂ, എല്ലാ ജീവികളുടെയും ലൈഫിനകത്ത് പ്രധാനമായിട്ട് 3 ഫേസുകളാണ് നമുക്ക് നോക്കാം. 1 ജുവനൈൽ ഫേസ്, 2 റീപ്രൊഡക്റ്റീവ് ഫേസ്, 3 സെനിസെൻസ് ഫേസ്. ജുവനൈൽ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ജുവനൈൽ എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് എന്നുള്ള മീനിങ് ആണ് അല്ലെ. ജുവനൈൽ ജസ്റ്റിസ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്താണ് ജുവനൈൽ? ഏതൊക്കെയാണ് ഫേസസ്? ജുവനൈൽ ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസെൻസ് ഓർ ഓൾഡ് ഏജ്. ഓൾഡ് ഏജ്. അപ്പോൾ ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഫേസ് ബിഫോർ സെക്ഷുവൽ മെച്യൂരിറ്റി. സെക്ഷുവൽ മെച്യൂരിറ്റിക്ക് മുമ്പുള്ളതാണ് ജുവനൈൽ ഫേസ്. സെക്ഷുവൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ട് എത്ര കാലം ആ എബിലിറ്റി അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടോ ആ പീരീഡിനെ മുഴുവനാണെന്ന് പറയുക റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുക. റീപ്രൊഡക്റ്റീവ് ഫേസ് തീർന്നു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഓൾഡ് ഏജിനെയാണെന്ന് പറയുക സെനിസെൻസ് എന്ന് പറയുക. 3 നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ എന്താ എടുക്കുക? ജുവനൈൽ ഫേസ്. എന്താണ് ജുവനൈൽ ഫേസിന്റെ ഡെഫിനിഷൻ? is the period of an organism before attaining sexual maturity. സെക്ഷുവൽ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള ഫേസ് ആണ്. ഇപ്പൊ നമുക്കറിയാം, മനുഷ്യരിലാണെങ്കിൽ ടീനേജിൽ എത്തുമ്പോഴാണ് ഇൻഡിവിജ്വൽസ് സെക്ഷുവൽ മെച്യൂരിറ്റി എത്തുക. അതിന് മുമ്പുള്ള പീരീഡിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. പ്ലാന്റിലാണെങ്കിൽ ഒരു പ്ലാന്റ് ആദ്യം വെജിറ്റേറ്റീവ് ഗ്രോത്ത് ആണ് നടത്തുക. സ്റ്റെമ്മും ലീഫും ഒക്കെ വളർന്ന് വലുതായിട്ട് ഒരു പർട്ടിക്കുലർ കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫ്ലവറിംഗ് തുടങ്ങുക. ഫ്ലവറിംഗ് ആണ് റീപ്രൊഡക്ഷന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ അതുവരെയുള്ള കാലത്തിന് നമ്മൾ എന്ത് പറയും? ജുവനൈൽ ഫേസ് എന്ന് പറയും. പക്ഷെ ഇവിടെ 2 ടേംസ് കാണുന്നുണ്ട്, ജുവനൈൽ ഫേസ് ആൻഡ് വെജിറ്റേറ്റീവ് ഫേസ്. ആനിമൽസിലെ ഇൻഫന്റ് പീരീഡിനെയാണ് ജുവനൈൽ ഫേസ് എന്ന് പറയുക. പ്ലാന്റിലെ ഇൻഫന്റ് പീരീഡിനെയാണ് എന്ത് പറയുക? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുക. രണ്ടും ഒന്ന് തന്നെയാണ്. പീരിയഡ് ബിഫോർ സെക്ഷുവൽ മെച്യൂരിറ്റി. ഓക്കെ, അപ്പോൾ എല്ലാ ആനിമൽസിലും പ്ലാന്റ്സിലും വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസിന്റെ ലെങ്ത് ഒരുപോലെ അല്ല. നമുക്കറിയാം, ചിലതിനകത്ത് 6 months മതിയാവും, ചിലതിനകത്ത് 1 year ആയിരിക്കാം. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ 12 to 13 years ആകും വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് കഴിയാൻ വേണ്ടിയിട്ട്. നമുക്ക് രണ്ട് അൺയൂഷ്വൽ എക്സാമ്പിൾസ് എടുത്തു തന്നിട്ടുണ്ട്. ഒന്ന് ബാംബു ആണ്, പിന്നെ നമ്മുടെ നീലക്കുറിഞ്ഞിയാണ്. സ്റ്റൊബൈലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം. ഓക്കെ, ബാംബുവിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ബാംബുവിന്റെ വെജിറ്റേറ്റീവ് ഫേസ് നോക്കൂ, 50 to 100 years ആണ്. സ്റ്റൊബൈലാന്തസിന്റെ വെജിറ്റേറ്റീവ് ഫേസ് 12 years ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബാംബുവിന്റെ ചെറിയ ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അത് വളർന്ന് 50 വർഷം, 50 to 100 നിലയാൻ കാരണം ചില സ്പീഷീസ് ഓഫ് ബാംബു 50 വർഷമായിരിക്കാം, ചിലത് 100 years വരെ ഉണ്ടാകും. അപ്പൊ 50 അല്ലെങ്കിൽ 100 വർഷം വരെ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. സ്റ്റെമ്മും ലീഫും മാത്രം വളർന്ന് ആ വെജിറ്റേറ്റീവ് ഫേസിൽ തുടർന്നിട്ട് 100 വർഷം എത്തുമ്പോൾ മാത്രമാണ് അതിൽ എന്തുണ്ടാകുക? പൂക്കളും കായ്കളും ഉണ്ടാകുക. ബാംബു ഒരു മോണോകാർപ്പിക് പ്ലാന്റ് ആണ്. ലൈഫിൽ ഒരിക്കൽ മാത്രമേ പൂക്കൾ ഉണ്ടാകൂ. നമ്മുടെ നെല്ലും ഗോതമ്പും വാഴയും ഒക്കെ പോലെ ലൈഫിൽ ഒരിക്കൽ മാത്രം പൂക്കൾ ഉണ്ടാകും. അതോടുകൂടി ചെടിയുടെ ലൈഫ് തീരുക. അപ്പൊ ഒരു ബാംബു 100 വർഷം വളർന്നിട്ട് 100ാമത്തെ വർഷം പൂക്കളും കായ്കളും ഉണ്ടായി കഴിയുന്നതോടുകൂടി അത് ഉണങ്ങി നശിച്ച് പ്ലാന്റ് പോവുകയാണ്. പിന്നെ അതിന്റെ സീഡ്സ് വളർന്ന് പുതിയ ചെടികൾ ഉണ്ടാവുകയാണ് ചെയ്യും. അപ്പൊ അവിടെ വെജിറ്റേറ്റീവ് ഫേസ് എത്രയാണ്? 50 to 100 years. സ്റ്റൊബൈലാന്തസ് അല്ലെങ്കിൽ നമ്മുടെ നീലക്കുറിഞ്ഞിയിലാണെങ്കിൽ എത്ര വർഷമാണ്? 12 വർഷമാണ്. നമ്മുടെ ടെക്സ്റ്റ് പറയുന്നുണ്ട് 2006 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കേരളത്തിലെ മൂന്നാറില് മാസീവ് ഫ്ലവറിംഗ് ഉണ്ടായി. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 2018 12 വർഷത്തിന് ശേഷം 2018 വീണ്ടും മാസീവ് ഫ്ലവറിംഗ് ഉണ്ടായി. പക്ഷെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല, ഫ്ലഡ് ഉണ്ടായതുകൊണ്ട്. ഓക്കെ, എനിഹൗ സ്റ്റൊബൈലാന്തസിന്റെ വെജിറ്റേറ്റീവ് ഫേസ് 12 വർഷം. ഇനി ഈ വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും അല്ലെങ്കിൽ സെനിസെൻസ് ഫേസും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ചെടികൾ 3 തരമുണ്ട്: ആനുവൽ, ബൈനിയൽ ആൻഡ് പെരനിയൽ. 1 വർഷം അല്ലെങ്കിൽ 1 സീസൺ ലൈഫ് ഉള്ളവരാണ് ആനുവൽ. 2 വർഷം അല്ലെങ്കിൽ 2 സീസൺ ലൈഫ് ഉള്ളവരാണ് ബൈനിയൽ. അനേക വർഷങ്ങളിൽ ലൈഫ് ഉള്ളവരാണ് പെരനിയൽ എന്ന് പറയുന്നത്. അപ്പൊ ആനുവലിലും ബൈനിയലിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വെജിറ്റേറ്റീവ് ഫേസും റീപ്രൊഡക്റ്റീവ് ഫേസും സെനിസെൻസ് ഫേസും ഒക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ പെരനിയൽസിൽ നമുക്ക് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ഓവർ. അടുത്ത നമ്മൾ കാണാൻ പോയി എന്താണ്? ചേഞ്ചസ് ഇൻ ആനിമൽസ് ഓൺ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി.
സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ആനിമൽസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിലെ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ഈസ്ട്രസ് സൈക്കിളും, രണ്ട് മെൻസ്ട്രൽ സൈക്കിളുമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മാമൽസിലെ പ്രൈമേറ്റ്സിലുള്ള സെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ. നോൺ പ്രൈമേറ്റ്സിലുള്ള മാമൽസിലെ തന്നെ നോൺ പ്രൈമേറ്റ്സിലുള്ള സെക്ഷൽ സൈക്കിൾ ആണ് ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടിന്റെ ഡെഫിനേഷൻ സെയിം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഈസ് ദ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ovaries and accessory ducts as well as hormones of female placental mammals. Female placental mammals-ന്റെ സെക്ഷൽ മച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ഓവറീസിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡക്റ്റുകളിലും നടക്കുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ രണ്ട് സൈക്കിളുകൾ എന്ന് പറയുക. ഇപ്പൊ നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ ആണെങ്കിൽ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതായത് ഫീമെയിൽ ഇൻഡിവിജ്വൽസിൽ 28 ഡേയ്സിന്റെ ഒരു സൈക്കിൾ ആണുള്ളത്. അതിനുള്ളിൽ ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായി അതിനെ റിലീസ് ചെയ്യുന്ന ആ ഒരു സൈക്കിളാണ്. അപ്പൊ ഓവറിയിൽ നിന്നാണ് ഈ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാവുക. ആ സൈക്കിളിനാണ് നമ്മൾ ഇവിടെ പറയുക. എന്താണ് ഡെഫിനേഷൻ? ഈസ് ദ സൈക്ലിക്കൽ ചേഞ്ചസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ഓവറീസ് ആൻഡ് ആക്സസറി ഡക്ട്സ് ആസ് വെൽ ആസ് ഹോർമോൺസ് ഓഫ് ഫീമെയിൽ പ്ലാസന്റൽ മാമൽസ്. ഇനി അത് രണ്ടു തരമുണ്ട്. ഏതാണ്? ഈസ്ട്രസ് സൈക്കിളും മെൻസ്ട്രൽ സൈക്കിളും. എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടിന്റെയും ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അത് പ്രൈമേറ്റ് മാമൽസിലാണ് നടക്കുന്നതെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്നും, നോൺ പ്രൈമേറ്റ്സ് ആണെങ്കിൽ അതിനെ ഈസ്ട്രസ് സൈക്കിൾ എന്നും പറയും. ഇനി ആരാണ് പ്രൈമേറ്റ്, ആരാണ് നോൺ പ്രൈമേറ്റ് നമുക്ക് നോക്കാം. നോൺ പ്രൈമേറ്റ്സിന് എക്സാമ്പിൾ ആരൊക്കെയാന്ന് നോക്കൂ. ആ തന്നിരിക്കുന്ന ആനിമൽസിന്റെ പേരിനെ ഞാനൊരു ഷോർട്ട് ഫോം ആക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. കൗ, ഷീപ്പ്, കാറ്റ്, ഡിയർ, ഡോഗ്, ടൈഗർ. ഇത്രയും പേര്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കുന്നവരാരാണ്? പ്രൈമേറ്റ്സ് ആണ്. മങ്കീസ്, എയ്പ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഇപ്പൊ ഇവര് പ്രൈമേറ്റ്സും ഇവര് നോൺ പ്രൈമേറ്റ്സും ആണ്. ഇവര് തമ്മിലുള്ള ഒരു പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമേറ്റ്സ് എല്ലാം രണ്ട് കാലിൽ നടക്കുന്ന കുറച്ചും കൂടെ ഹയർ മാമൽസ് ആണ്. നോൺ പ്രൈമേറ്റ്സ് 4 കാലിൽ നടക്കുന്നവരാണ്. ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വല്ലതും വരികയാണെങ്കിൽ 4 കാലുള്ള ജീവിയാണോ 2 കാലുള്ള ജീവിയാണോ നോക്കിയാൽ നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ ആണോ ഈസ്ട്രസ് സൈക്കിൾ ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോവുക സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആരാണ്, സെനിസൻസ് ഓർ ഓൾഡ് ഏജ് എന്താണ്, പിന്നെ ഇവന്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് കാണുന്നു. അതിലെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്താണെന്ന് കാണും, ഗാമീറ്റോജെനസിസ് എന്താണെന്ന് കാണും, ഹോമോഗമീറ്റ് എന്താണ്, ഹെറ്ററോഗമീറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സീസണൽ ബ്രീഡേഴ്സ്. ആ പേരിൽ തന്നെ മീനിങ് ഉണ്ട്. സീസണിൽ ബ്രീഡ് ചെയ്യുന്നവരും കണ്ടിന്യൂസ് ബ്രീഡർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ. ബ്രീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊരു മീനിങ് ഉണ്ടല്ലോ. ഒരു ഇൻഡിവിജ്വൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റിപ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. സീസണൽ ബ്രീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ organisms or animals they breed only during a favorable season. ഒരു ഫേവറബിൾ സീസണിൽ മാത്രം, ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം ബ്രീഡിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ റിപ്രൊഡക്ടറി സൈക്കിള് കാണിക്കുന്ന ഇൻഡിവിജ്വൽസിനാണ് എന്ത് പറയുക, സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയുക. എന്നാൽ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്തായിരിക്കും? ആർ ഓർഗാനിസംസ് ദേ ഷോ ദെയർ റിപ്രൊഡക്റ്റീവ് ബിഹേവിയർ ആൻഡ് സൈക്കിൾ ത്രൂ ഔട്ട് ദി ഇയർ ആഫ്റ്റർ അച്ചീവിംഗ് റിപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി. റിപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ എല്ലാ കാലത്തും റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള അല്ലെങ്കിൽ നടത്തുന്ന ആനിമൽസിനാണ് എന്ത് പറയുക, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയുക. അപ്പൊ അത് ക്ലിയർ ആയി, സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും. അടുത്ത ടെക്സ്റ്റ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, ആർ ബേർഡ്സ് സീസണൽ ഓർ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്? ബേർഡ്സ് ഒക്കെ സീസണൽ ബ്രീഡേഴ്സ് ആണോ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണോ? നിങ്ങൾക്കറിയാം പൗൾട്രി ഫാമില് ലെയേഴ്സ് അല്ലെങ്കിൽ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള ബേർഡ്സിനെ തന്നെ വളർത്തുന്ന സ്ഥലങ്ങളിൽ അവർ ത്രൂ ഔട്ട് ദി ഇയർ മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്, വർഷം മുഴുവൻ മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഏതാണ്, സീസണൽ ബ്രീഡർ ആണോ കണ്ടിന്യൂസ് ബ്രീഡർ ആണോ? അപ്പൊ ശരിക്കും അതിന്റെ ഉത്തരം എന്താണ്? ബേർഡ്സ് ശരിക്കും ആരാണ്? ബേർഡ്സ് ആർ സീസണൽ ബ്രീഡേഴ്സ്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് അല്ലെങ്കിൽ കോഴിയൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിനകത്തെ ഹെൻ അല്ലെ പിടക്കോഴികൾ മുട്ടയിടുന്ന ഒരു പർട്ടിക്കുലർ സീസണിലാണ്.
2-3 മാസങ്ങളിൽ അവർ മുട്ടയിട്ടിട്ട് ആ മുട്ടയുടെ മുകളിൽ അവർ ബ്രൂഡിങ് നടത്തും. അടയിരുന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ ആ സീസണിൽ മാത്രമേ റീപ്രൊഡക്ഷൻ നടത്തിക്കൊള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ക്യാപ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ അടിമത്തത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ബേർഡ്സ് ത്രൂ ഔട്ട് ദി ഇയർ ഇടുന്നതിന്റെ കാരണം അവിടെ അവർ ത്രൂ ഔട്ട് ദി ഇയർ ഇടുകയാണെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരികയാണ്? കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് കൊടുത്തിട്ട് അവരുടെ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇവരെ നിരന്തരം മുട്ടയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഫോർ ഹ്യൂമൻ വെൽഫെയർ. മനുഷ്യർക്ക് മുട്ട കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ആനിമൽസിനെ കൊണ്ടിട്ട് നിരന്തരമായിട്ട് നമ്മൾ മുട്ട ഇടിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ ബേർഡ്സ് എന്താണ്? സീസണൽ ബ്രീഡേഴ്സ് ആണ്. പക്ഷെ അവരെ കണ്ടിന്യൂസ് നമ്മൾ ആക്കുകയാണ്. എവിടെയാണ്? പൗൾട്രി ഫാമുകളിൽ. അടുത്തത് സെനിസൻസ്. എന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കൂ. SENESCENC. സെനിസൻസ് ഓർ ഓൾഡ് ഏജ്. പ്രായമാകുന്ന കാലത്തിനാണ് നമ്മൾ സെനിസൻസ് എന്ന് പറയുക. ഇപ്പോൾ വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആണെന്ന് സെനിസൻസ് ഫേസ് എന്ന് പറയാം. അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ദ പീരിയഡ് ആഫ്റ്റർ റീപ്രൊഡക്റ്റീവ് ഫേസ്. റീപ്രൊഡക്റ്റീവ് ഫേസിന് ശേഷമുള്ള പീരീഡിനെയാണ് എന്ത് പറയുക? സെനിസൻസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുക. നമുക്കൊരു വാഴ അതിന്റെ വെജിറ്റേറ്റീവ് ഫേസിൽ വളർന്ന് വലുതായി, റീപ്രൊഡക്റ്റീവ് ഫേസിൽ പൂക്കല ഉണ്ടായിട്ട് അതിൽ നിന്ന് കായ്കൾ ഉണ്ടായി. അതിനുശേഷം എന്തായാലും സംഭവിക്കുക? അതൊക്കെ അത് നെഗറ്റീവ് ഗ്രോത്ത് നടന്നത് ഡെത്തിലേക്ക് പോവുക ചെയ്യുന്നു. നെല്ല് 6 മാസം വളരുന്നു, അതിനുശേഷം പൂക്കൾ ഉണ്ടാവുന്നു, ഫ്രൂട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വീണ്ടും അത് നശിച്ചു പോകുന്നതിനാണ് എന്ന് പറയുക? സെനിസൻസ് എന്ന് പറയുക. എന്താ അതിന്റെ പ്രത്യേകത നോക്കുക. ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ലോ മെറ്റബോളിസം അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത്. നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരാണെങ്കിൽ 50-55 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് മെറ്റബോളിസം എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങൾ സ്ലോ ആയി ഒരു പോയിന്റിൽ ചെന്ന് അവസാനിക്കും. ദാറ്റ് ഈസ് വാട്ട്? ഡെത്ത്. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് പറയാം? സെനിസൻസ് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് മച്യൂരിറ്റി മുതൽ ഡെത്ത് വരെയുള്ള പീരീഡിനെയാണ് എന്ത് പറയുക? സെനിസൻസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ 3 ഫേസുകൾ കണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? വെജിറ്റേറ്റീവ് ഫേസ്, റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനിസൻസ് ഓർ ഓൾഡ് ഏജ്. അപ്പൊ നമുക്കറിയാം ഒരു ജീവി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം അവന് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് ആണ് അല്ലെ. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കുറെ കഴിയുമ്പോൾ എങ്ങോട്ടേക്ക് പോകും? റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോകും. വീണ്ടും അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? സെനിസൻസിലേക്ക് പോയി അവസാനം എന്തിൽ ചെന്ന് നിൽക്കും? ഡെത്തിൽ ചെന്ന് നിൽക്കും. ഹൗ ദിസ് ട്രാൻസിഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ഓർഗാനിസംസ്? അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഹോർമോണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് റെഗുലേറ്റ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ജുവനൈൽ ടു റീപ്രൊഡക്റ്റീവ് ഓർ ജുവനൈൽ ടു റീപ്രൊഡക്റ്റീവ് ടു സെനിസൻസ്. ഒരു ജീവി വളരുമ്പോൾ ആ ജീവിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് പൂർത്തിയായി കഴിയുമ്പോൾ അതിനകത്ത് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് പോകും? റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോകും. റീപ്രൊഡക്റ്റീവ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് എവറിഥിങ് ഈസ് ജനറ്റിക്കലി കൺട്രോൾഡ്. അതുകൊണ്ടാണ് ഹോർമോൺസ് ഉണ്ടാകുന്നത്. റീപ്രൊഡക്റ്റീവ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോൾ സെനിസൻസിലേക്കും കടന്നു പോകും. ഇനി അത് മാത്രമാണോ? ഹോർമോണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. മീൻസ് ലഭിക്കുന്ന ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കെയർ ഒക്കെ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പഴയ കാലത്തൊക്കെ ലേറ്റ് അല്ലെങ്കിൽ ഒരു മിഡിൽ ടീനേജിലൊക്കെ ആയിരുന്നു ഹ്യൂമൻ ബീയിങ്സിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കുട്ടികൾ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഏർലി സ്റ്റേജിൽ തന്നെ അവർ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ ആ ഫുഡും അങ്ങനത്തെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും കൂടെ ഈ ട്രാൻസിഷനെ സഹായിക്കുന്നു എന്നാണ് നമ്മളെ കാണുന്നത്. അടുത്ത് നമ്മള് ശരിക്കും ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫിൽ കാണാൻ പോകുന്നത് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഇവന്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, though the organisms are diverse, sexual reproduction shows a regular sequence. ഒരു റെഗുലർ ആയിട്ടുള്ള സീക്വൻസ് എല്ലാ ജീവികളിലും നമുക്ക് കാണാൻ പറ്റും. അതിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഏറ്റവും മേജർ ആസ്പെക്ട് എന്ന് പറയുന്ന ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ആണ്. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയുക.
ഫെർട്ടിലൈസേഷന് മുമ്പ് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ എന്ത് പറയാം? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയാം. ഫെർട്ടിലൈസേഷന് ശേഷം സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ എന്ത് പറയാം? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയാം. അപ്പോൾ എല്ലാ ജീവികളുടെയും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ 3 സീക്വൻഷ്യൽ സ്റ്റേജസ് ഏതൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അതിന്റെ ക്രമം ഒരിക്കലും തെറ്റാൻ പാടില്ല. ഓക്കെ, ദെൻ അത് നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്? പ്രീ എന്നുള്ള വേർഡിന്റെ മീനിങ് നമുക്കറിയാം അല്ലെ? ബിഫോർ. ഫെർട്ടിലൈസേഷന്റെ മീനിങ് നമുക്കറിയാം, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. അതിനു മുമ്പ് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയാണ് എന്ത് പറയുക? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുക. നോക്കൂ, ഓൾ ഇവന്റ്സ് happening in an organism during sexual reproduction before fertilization is called pre-fertilization events. Then pre-fertilization events അതിനെ വീണ്ടും 2 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? GG and GT. GG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റോജെനസിസ്, GT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റിക് ട്രാൻസ്ഫർ. നമുക്കറിയാം ഗാമീറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്. രണ്ടും നടന്നാലേ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കൂ. ഓക്കെ, അപ്പൊ നമ്മള് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റെ ഫസ്റ്റ് സ്റ്റേജ് കാണുകയാണ്. ഏതാണ്? ഗമീറ്റോജെനസിസ്. ഗമീറ്റ് ഈസ് ദയർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജെനസിസ്? ഫോർമേഷൻ അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന് പറയുന്നത് അല്ലെ? ഗമീറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദി ഫോർമേഷൻ ഓർ ജെനസിസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. ഏതെങ്കിലും ഒരു ഗമീറ്റ് പോരാ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 2 ഗമീറ്റ് നടക്കണം. ചിലപ്പോൾ ഒരു ജീവിയിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ പേരൻസിലായിരിക്കാം. അപ്പോൾ ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റിന്റെ ഫോർമേഷൻ എന്ന് പറയുക ഗമീറ്റോജെനസിസ് എന്ന് പറയുക. ഓക്കെ, ഗമീറ്റോജെനസിസിൽ നമുക്ക് ടെക്സ്റ്റിലൂടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോമോഗമീറ്റ് ഓർ ഐസോഗമീറ്റ് ആൻഡ് ഹെറ്ററോഗമീറ്റ്. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് സെയിം എന്നാണ് അല്ലെ? ഹെറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറന്റ് എന്നാണ്. അപ്പൊ മീനിങ് അവിടെ ഉണ്ട്. വാട്ട് ഈസ് മെൻ ബൈ ഹോമോഗമീറ്റ്? ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം എന്നാണ്. അപ്പോൾ ഐസോഗമീറ്റ്, ഹോമോഗമീറ്റ് അല്ലെങ്കിൽ ഐസോഗമീറ്റ് എന്ന് പറഞ്ഞാൽ gametes, they are morphologically similar, they are same in size and shape. ഒരു ജീവിയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റുകൾ രണ്ടും ഒരേ ഷേപ്പും ഒരേ വലിപ്പവും ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഹോമോഗമീറ്റ് അല്ലെങ്കിൽ ഐസോഗമീറ്റ് എന്ന് പറയും. ടെക്സ്റ്റിൽ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റും. ഒരു ആൽഗയുടെ മെമ്പറാണ് ക്ലൗഡോഫോറ. മജോറിറ്റി ആൽഗകളിൽ അല്ലെങ്കിൽ ധാരാളം ആൽഗകളിൽ നമുക്ക് ഹോമോഗമീറ്റ്സ് കാണാം. ക്ലൗഡോഫോറ എന്ന് പറയുന്ന ആൽഗയുടെ ഗമീറ്റ്സിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. രണ്ടും ഒരുപോലെ ഗമീറ്റ്സ് ചേർന്നാണ് ഒരു സൈഗോട്ട് ഉണ്ടാവുക. എന്നാൽ ഹെറ്ററോഗമീറ്റ്സ് എന്തായിരിക്കും? The gametes are different, means they are morphologically distinct. അവിടെ എങ്ങനെയായിരിക്കും? The male gamete will be motile and the female gamete will be non-motile. And അവിടെ നമ്മൾ മിക്കപ്പോഴും മെയിൽ ഗമീറ്റിനെ സ്പേം അല്ലെങ്കിൽ ആന്തറോസൂയിഡ് എന്നാണ് പറയുക. സ്പേം അല്ലെങ്കിൽ ആന്തറോസൂയിഡ് എന്ന് പറയും. ഫീമെയിൽ ഗമീറ്റിനെ എന്താ പറയുക? എഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയും. ഇവര് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടും ആരുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. Then heterogametes ഉള്ള എക്സാമ്പിൾ ആരാണ്? ആൽഗൽ മെമ്പേഴ്സിൽ ഹെറ്ററോഗാമി കുറവാണ്. ഹെറ്ററോഗമീറ്റിലുള്ള ഒരു മെമ്പറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫ്യൂക്കസ്. പിന്നെ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൽ. ഫ്യൂക്കസിന്റെ ഒക്കെ പിക്ചർ നമുക്ക് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. ഒരു വളരെ ചെറിയൊരു മെയിൽ മോട്ടൈൽ ഗമീറ്റും വളരെ വലിയൊരു ഫീമെയിൽ നോൺ മോട്ടൈൽ ഗമീറ്റും കാണാൻ പറ്റും. ഹ്യൂമൻ ബീയിങ്സിൽ അറിയാമല്ലോ, നമുക്ക് സ്പേം എന്ന് പറയുന്നത് വളരെ സ്മോൾ മോട്ടൈൽ ആണ് അല്ലെ? ഫീമെയിൽ ഗമീറ്റ് ലാർജ് നോൺ മോട്ടൈൽ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗമീറ്റിനാണ് എന്ത് പറയുക? ഹെറ്ററോ ഗമീറ്റ്സ് എന്ന് പറയുക. അടുത്ത ടോപ്പിക് സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. ജീവികളിലെ സെക്ഷൽ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുക. ആദ്യം നമ്മൾ അതിനകത്ത് കാണുക മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് എന്നുള്ള 2 ടേംസ് ആണ്. മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ നമ്മൾ കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ പഠിച്ചു. ഒരു ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിനകത്ത് ഗൈനീഷ്യവും കാണും, ആൻഡ്രീഷ്യവും കാണും അല്ലെ? പിന്നെ അതിന്റെ വെളിയിലാണ് ആര് നിൽക്കുക? പെറ്റലും സെപ്പലും ഒക്കെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ 2 റീപ്രൊഡക്റ്റീവ് ഓർഗനുള്ള ഫ്ലവറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബൈസെക്ഷൽ എന്ന് പറയുക.
എന്നാൽ ചില ഫ്ലവേഴ്സിൽ അങ്ങനെ ബൈസെക്ഷൽ ആയിരിക്കില്ല, ഒരു യൂണിസെക്ഷൽ ആയിരിക്കും. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആ ഫ്ലവറിനകത്ത് എന്ത് മാത്രമേ കാണുള്ളൂ? യൂണിസെക്ഷൽ തന്നെ രണ്ടു തരമുണ്ട്. ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനകത്ത് ആര് മാത്രമേ കാണുള്ളൂ? ഗൈനീഷ്യം മാത്രമേ കാണുള്ളൂ. നേരെ മറിച്ച് ഒരു മെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനകത്ത് ആര് മാത്രമേ കാണുള്ളൂ? ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിത് ഫ്ലവറിന്റെ കണ്ടീഷൻ പറയുന്നതാണ്. ആൻജിയോസ്പേംസിലെ ഫ്ലവർ ഒന്നുകിൽ അങ്ങനെ ആകാം, ബൈസെക്ഷൽ ഫ്ലവർ ആകാം എന്ന് പറയുമ്പോൾ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ രണ്ടു തരം ഫ്ലവേഴ്സ് ഉണ്ടാകാം, ഫീമെയിൽ ഫ്ലവറും ഉണ്ടാകാം, മെയിൽ ഫ്ലവറും ഉണ്ടാകാം. ഫീമെയിൽ ഫ്ലവറിൽ എന്ത് മാത്രമേ കാണുള്ളൂ? ഗൈനീഷ്യം മാത്രമേ കാണുള്ളൂ. മെയിൽ ഫ്ലവറിൽ ആര് മാത്രമേ കാണുള്ളൂ? ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ നോക്കാം. ഇവിടെ രണ്ട് ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കൂ. സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റിലേറ്റ് ഫ്ലവറും. സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റേമൻ മാത്രമുള്ള ഫ്ലവറിനെയാണ് സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. എന്നാൽ പിസ്റ്റിലേറ്റ് ഫ്ലവറോ? പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവറിനെയാണ് പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും സ്റ്റാമിനേറ്റ് ഫ്ലവർ ആരാണ്? മെയിൽ ഫ്ലവർ ആണ്. പിസ്റ്റിലേറ്റ് ഫ്ലവർ ആരാണ്? ഫീമെയിൽ ഫ്ലവർ ആണ്. ഇതിനുള്ളിലാണ് മെയിൽ ഗമീറ്റ് ഉണ്ടാവുക, ഇതിനുള്ളിലാണ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുക. അപ്പൊ ഒരു ഫ്ലവറിന് തന്നെ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ഫ്ലവറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അല്ലെ? ഓക്കെ, അതും ഓക്കെ, ദിസ് ഈസ് ബൈസെക്ഷൽ. ഇനി ആ പിക്ചേഴ്സ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ടേംസ് കൂടെ കാണാം. മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് പ്ലാന്റ്. മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞേക്കുന്നത്? ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ പറയാം: എ പ്ലാന്റ് ദാറ്റ് ഹാസ് ബോത്ത് സെക്സ് ഓർഗൻസ്. ഒരു ചെടിയിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പറയുക മൊണേഷ്യസ്. അപ്പൊ അതിനെ നമുക്ക് എന്തും പറയാം? ബൈസെക്ഷൽ പ്ലാന്റ് എന്നും പറയാം, കാരണം രണ്ട് സെക്സ് ഉണ്ട്. ഇനി മൊണേഷ്യസ്, മോണോ എന്ന് പറഞ്ഞ മീനിങ് എന്താ? വൺ എന്നാണ്. ഒറ്റ പ്ലാന്റിൽ തന്നെ രണ്ട് സെക്സ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ മൊണേഷ്യസ് എന്ന് പറയുക. അതേസമയം അത് ആരുമാണ്? ബൈസെക്ഷൽ പ്ലാന്റ് കൂടെയാണ്. ഇനി നമുക്ക് പലപ്പോഴും ഒരു മിസ്റ്റേക്ക് സംഭവിക്കാറുള്ള ബൈസെക്ഷൽ ഫ്ലവറും ബൈസെക്ഷൽ പ്ലാന്റും തമ്മിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഒരുമിച്ച് കാണിക്കുക. നമ്മൾ ബൈസെക്ഷൽ ഫ്ലവർ ആരാണെന്ന് കണ്ടു കഴിഞ്ഞു, യൂണിസെക്ഷൽ ഫ്ലവർ ആരാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലവറിനെ പറ്റിയിട്ടല്ല, ബൈസെക്ഷൽ പ്ലാന്റ് ആരാണ്, യൂണിസെക്ഷൽ പ്ലാന്റ് ആരാണെന്നാണ് നമ്മൾ കാണാൻ പോകുക. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കുക മൊണേഷ്യസ് അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? A plant that bears both the sex organs. Examples ആരൊക്കെയാണ് നോക്കൂ. കോക്കനട്ട്, കുക്കർ ബിറ്റ്സ് ആൻഡ് ക്യാര. കോക്കനട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തെങ്ങിന്റെ പൂക്കൊലയില് എങ്ങനെയാണ്? ബൈസെക്ഷൽ ഫ്ലവർ ഉണ്ട് അല്ലേ? ഇവിടെ ബൈസെക്ഷൽ ഫ്ലവർ ഉണ്ട്. അപ്പം ഒരു ചെടിയിൽ തന്നെ രണ്ട് സെക്സ് ഓർഗനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോക്കനട്ട് എന്താണ്? മൊണേഷ്യസ് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ് ആണ് അല്ലെ? ഒറ്റ പ്ലാന്റിന് തന്നെ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ കുക്കർ ബിറ്റ്സും എന്തിൽ വരികയാണ്? മൊണേഷ്യസ് തന്നെയാണ്. അവിടെ ഒരു ചെറിയ ഡിഫറൻസ് എന്താണെന്ന് അറിയാവോ? ഈ മൊണേഷ്യസ് പ്ലാന്റ്സ് രണ്ട് തരത്തിൽ കാണാം. ഒന്നുകിൽ ബൈസെക്ഷൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആയിരിക്കും, അല്ലെങ്കിലോ ഒരു ചെടിയിൽ തന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ കാണും. അപ്പൊ നമുക്ക് കുക്കർ ബിറ്റ്സിലൊക്കെ അങ്ങനെയാണ് കാണുക. കുക്കർ ബിറ്റ്സിൽ ഈ ബൈസെക്ഷൽ ഫ്ലവർ കാണുന്നില്ല. അതിന് പകരം നമ്മുടെ പാവലും ഓവലും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചെടിയിൽ തന്നെ ഒരു ഫ്ലവർ, ചില പൂക്കൾ ആരായിരിക്കും? ഫീമെയിൽ ഫ്ലവർ ആയിരിക്കും, ചിലതാരായിരിക്കും? മെയിൽ ഫ്ലവർ ആയിരിക്കും. അപ്പം അങ്ങനെയും ആകാം. ഇപ്പം ബൈസെക്ഷൽ ഫ്ലവർ തന്നെ ആകണമെന്നില്ല, ഒന്നെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ ആകാം. പക്ഷെ രണ്ടു തരം പൂക്കൾ ഒറ്റ ചെടിയിൽ തന്നെ വേണം. ഇപ്പൊ നമ്മുടെ പാവലില് പൂക്കൾ ഉണ്ടാകുകയാണെങ്കിൽ ഫീമെയിൽ ഫ്ലവറും കാണും, മെയിൽ ഫ്ലവറും കാണും. ഇപ്പൊ ഫീമെയിൽ ഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, അതിന്റെ ഓവറി ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഫ്ലവറിന്റെ ബേസിൽ ഓവറി ഇരിക്കുന്നതാണ്. എന്നാൽ മെയിൽ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ പൂക്കളും അതിനകത്ത് സ്റ്റേമൻ മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടു തരത്തിലുള്ള പൂക്കൾ അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ എന്താ ചെയ്യുക? ഈ മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഇവിടെ വന്നു വീണ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഈ ഓവറിയാണ് ആരായിട്ട് മാറുക? ഫ്രൂട്ടായിട്ട് മാറുക. ഇപ്പൊ നമ്മുടെ കുക്കർ ബിറ്റേസിയ മെമ്പേഴ്സിലെ അല്ലെങ്കിൽ ഗോഡ് ഫാമിലിയിലെ മെമ്പേഴ്സിലൊക്കെ രണ്ടു തരം പൂക്കളും ഉണ്ടാവും. പക്ഷെ ആര് മാത്രമേ എന്തായിട്ട് മാറുകയുള്ളൂ? ഫ്രൂട്ടായിട്ട് മാറുകയുള്ളൂ. ഫീമെയിൽ ഫ്ലവറിന് മാത്രമേ ഫ്രൂട്ടായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കോവലിൽ അല്ലെ പാവലിൽ ധാരാളം പൂക്കൾ ഉണ്ടായിട്ട് എല്ലാ പൂക്കളും കായ്കളായില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല, ആകാൻ പറ്റില്ല. കാരണം പകുതി പൂക്കൾ ആരായിരിക്കും? മെയിൽ ഫ്ലവേഴ്സ് ആണ്. അവര് ഈ
പോളൻ ഗ്രെയിൻസിനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കൊഴിഞ്ഞു പോവുകയുള്ളൂ. ഫീമെയിൽ ഫ്ലവേഴ്സിന് മാത്രമേ എന്താകാൻ പറ്റുള്ളൂ, ഫ്രൂട്ട് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പം മൊണേഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റ് ആരാണെന്ന് കണ്ടു, രണ്ട് സെക്സ് ഓർഗൻ ഉള്ളവരാണ്. അത് ആ ചെടികൾ തന്നെ രണ്ടു തരത്തിൽ കാണാം. ഒന്നുകിൽ ബൈസെക്ഷൽ ഫ്ലവർ ഉള്ളതായിരിക്കാം, അല്ലെങ്കിലോ യൂണിസെക്ഷൽ ഫ്ലവർ. അപ്പം രണ്ടു തരത്തിലുള്ള ഫ്ലവറും ഒരു ചെടിയിൽ തന്നെ വരണം. മൊണേഷ്യസ് പ്ലാന്റിന് മറ്റൊരു എക്സാമ്പിൾ ക്യാര എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ടെക്സ്റ്റിൽ പിക്ചർ തന്നിട്ടുണ്ട്. ആ ക്യാര എന്ന് പറയുന്ന ഗ്രീൻ ആൽഗയില് ഒരു നോഡില് മുകളില് ആർക്കിഗോണിയം എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും അതേ നോഡിൽ തന്നെ താഴെ ആൻത്രിഡിയം എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്യാരിൻ എന്താണ്, മൊണേഷ്യസ് അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണ്. അടുത്ത ആരാ നോക്കൂ, ഡയോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈ മീൻസ് ടു. രണ്ട് ചെടികളിലാണ് സെക്സ് ഓർഗൻസ് കാണുക. ഒരു ചെടിയിൽ മെയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ മെയിൽ ആണെങ്കിൽ മെയിൽ ഫ്ലവർ മാത്രമേ കാണുള്ളൂ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമേ കാണുള്ളൂ. സെപ്പറേറ്റ് പ്ലാന്റ്സിൽ സെക്സ് ഓർഗൻസ് കാണുന്നതിനാണ് എന്താ പറയുക, ഡയോഷ്യസ് എന്ന് പറയുക. അതേസമയം ആ ചെടി എങ്ങനെയായിരിക്കും, യൂണിസെക്ഷൽ പ്ലാന്റ്. അപ്പോൾ അത് രണ്ടു തരത്തിലുള്ള ചെടികൾ വരികയല്ലേ, ഒന്നുകിൽ മെയിൽ പ്ലാന്റ് അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഡയോഷ്യസ് പ്ലാന്റ്സിന് പപ്പായ, ഡേറ്റ് പാം ആൻഡ് മാർക്കാൻഷ്യ. പപ്പായ നമുക്കറിയാം അല്ലെ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കാരിക്ക പപ്പായ അല്ലെ. പപ്പായയുടെ പ്ലാന്റ് രണ്ടു തരമുണ്ട്, മെയിൽ പ്ലാന്റും ഉണ്ട് ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. അതിനകത്ത് ഫീമെയിൽ പ്ലാന്റിൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ, കാരണം അവിടെ ഫീമെയിൽ ഫ്ലവർ ഉള്ളൂ. മെയിൽ പ്ലാന്റിൽ ഉണ്ടാകുന്ന പൂക്കളെല്ലാം മെയിൽ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാകാൻ പറ്റില്ല, ഫ്രൂട്ട് ഉണ്ടാകാൻ പറ്റില്ല. അടുത്താരാണ്, ഡേറ്റ് പാം. നമ്മുടെ ഗൾഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ ഡേറ്റ്സ് ഉണ്ടാകുന്ന ഡേറ്റ് പാമില് അവരും രണ്ടു തരം ചെടികളുണ്ട്, മെയിൽ പ്ലാന്റും ഉണ്ട് ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഫീമെയിൽ പ്ലാന്റിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ ബ്രയോഫൈറ്റ്സിലെ ഒരു മെമ്പറാണ്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയുടെ ബോഡി ഇങ്ങനെ ഇരിക്കുകയാണ്. മാർക്കാൻഷ്യ ഇത് ഫീമെയിൽ പ്ലാന്റ് ആണ്, ഇത് മെയിൽ പ്ലാന്റ് ആണ്. ഫീമെയിൽ പ്ലാന്റിൽ നിന്ന് റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ ആർക്കിഗോണിയം ഉണ്ടായിട്ട് അതിനുള്ളിലാണ് എഗ് ഉണ്ടാകുക. അപ്പൊ ഇതിനെ നമ്മൾ ആർക്കിഗോണിയോ പോർ എന്നാണ് ഈ സ്റ്റോക്കിന് പറയുന്നത്. മെയിൽ പ്ലാന്റിൽ ഇതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ ആൻത്രിഡിയം ഉണ്ടായിട്ട് അതിനുള്ളിലാണ് ആൻത്രോസോയിഡ് ഉണ്ടാകുക. അപ്പൊ ഇത് ഫീമെയിൽ പ്ലാന്റും ഇത് മെയിൽ പ്ലാന്റുമാണ്. അങ്ങനെയുള്ള ചെടികളെ നമ്മൾ എന്ത് പറയും, ഡയോഷ്യസ് അല്ലെങ്കിൽ യൂണിസെക്ഷൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കഴിയും. ഡയോഷ്യസ് എന്താണ്, മൊണേഷ്യസ് എന്താണെന്ന് കണ്ടു. അടുത്ത് നമ്മൾ കാണുന്ന രണ്ട് ടേംസ് ഹോമോതാലിക് ആൻഡ് ഹെറ്ററോതാലിക് ആണ്. ഹോമോതാലിക് ആൻഡ് ഹെറ്ററോതാലിക്. താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി എന്നാണ് മീനിങ്. നമുക്കറിയാം, നമ്മൾ ആൽഗയൊക്കെ പഠിച്ചു, സ്പൈറോഗൈറയൊക്കെ പഠിച്ചപ്പോഴത്തേനും അവരുടെ ബോഡി വെറുതെ ഫിലമെന്റ് ആണ്, ഇങ്ങനെ ഇരിക്കുന്ന പല സെല്ലുകൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഫിലമെന്റ് ആണ്. അപ്പോൾ ആൽഗയുടെയും അതുപോലെ തന്നെ ഫംഗൽ മെമ്പേഴ്സും ഉണ്ട് ഫിലമെന്റസ് ബോഡി. അതിനെ നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ്, റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഒന്നും ആൽഗകളിൽ തിരിച്ചിട്ടില്ല, അങ്ങനത്തെ ബോഡിക്കാണ് എന്ത് പറയുക, താലസ് എന്ന് പറയും. താലസ് എന്ന് പറയും. ഇനി ഇവിടെ എന്താ നോക്കുക, ഹോമോതാലിക് ആൻഡ് ഹെറ്ററോതാലിക്. അത് ഫംഗസുകളെ പറ്റി പറയാനാണ് ഈ ടേംസ് ശരിക്കും ഉപയോഗിക്കുക. ഹെറ്ററോതാലിക് എന്ന് പറഞ്ഞാൽ ഡയോഷ്യസ് ഫഞ്ചയാണ്. ഡയോഷ്യസ് ഫഞ്ചയാണ് ശരിക്കും ഹെറ്ററോതാലിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോമോതാലിക് എന്തായിരിക്കും, മൊണേഷ്യസ് ഫഞ്ചയാണ്. ഇത് നമുക്ക് നോക്കാം. ഡയോഷ്യസ് അതിനകത്ത് ഫസ്റ്റ് വൺ ഏതാണ്, ഹോമോതാലിക്. ഹോമോതാലിക് എന്ന് പറയുമ്പോഴത്തേന് ഒരു താലസിൽ തന്നെ രണ്ട് സെക്സും ഉണ്ട് അല്ലെ, മൊണേഷ്യസ് അല്ലേ, ഒരു താലസിൽ തന്നെ രണ്ട് സെക്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൽഗകളിലും ഫംഗസുകളിലും ഈ ഒരു സെല്ലും രണ്ട് സെല്ലുകളിൽ ഫ്യൂസ് ചെയ്താണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ സെപ്പറേറ്റ് ഫിലമെന്റിലല്ല അല്ലെങ്കിൽ താലസിലല്ല കാണുന്നത്. അങ്ങനെ ഒരു താലസിൽ തന്നെ രണ്ട് സെക്സ് ഉണ്ടെങ്കിൽ അവരെയാണെന്ന് പറയുക, ഹോമോതാലിക് എന്ന് പറയുക. രണ്ടാമത്തെ തരം ആരാണ്, ഹെറ്ററോതാലിക് എന്ന് പറയുമ്പോഴത്തേനും അവിടെ രണ്ട് ഹൈഫകളാണ് അല്ലെങ്കിൽ രണ്ട് താലസുകളാണ്. ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ ആണ്, അല്ലെങ്കിൽ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. എന്നിട്ട് അപ്പോൾ ഇത് ഫീമെയിൽ ഗമീറ്റ് ആയിട്ട് വരും, ഇത് മെയിൽ ഗമീറ്റ് ആയിട്ട് വരും. ഇവര് തമ്മിലാണ് ഫ്യൂസ് ചെയ്ത് റീപ്രൊഡക്ഷൻ നടക്കുക.
ഫീമെയിൽ എവിടെ ഇരിക്കുന്നു അവിടെ സൈഗോട്ട് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കാണുന്ന ഫംഗസിലെ ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഹോമോതാലിക് ആൻഡ് ഹെറ്ററോതാലിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞു. സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റുലേറ്റ് ഫ്ലവറും എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോവുക ആനിമൽസിനെ പറ്റിയിട്ടൊരു കാര്യം പറയണം. മോസ്റ്റ് ആനിമൽസ് ആർ യൂണിസെക്ഷൽ എക്സെപ്റ്റ് ഫ്യൂ ലോവർ ആനിമൽസ്. ആരൊക്കെയാന്ന് നോക്കാം. നമുക്ക് അവരുടെ പേര് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആനിമൽസിന്റെ പേരൊരു ക്രമത്തിലൂടെ ഇട്ടിട്ടുണ്ട്. ETLS. ആദ്യത്തെ രണ്ടെണ്ണം വോംസ് ആണ്. എർത്ത് വോം, ടേപ്പ് വോം, ലീച്ച് ആൻഡ് സ്പഞ്ച്. ഈ 4 ജീവികളും നമുക്കറിയാം ആനിമൽസ്, മജോറിറ്റി ആനിമൽസ് യൂണിസെക്ഷൽ ആണെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, മെയിലും ഫീമെയിലും ഉണ്ടാവും. മെയിലിൽ മെയിൽ സെക്സ് ഓർഗൻ മാത്രം, ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രം. നമ്മളുടെ വളർത്തുമൃഗങ്ങൾ എല്ലാവരെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരും എങ്ങനെയാണ്, യൂണിസെക്ഷൽ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് കാണും. പക്ഷെ ഈ ലോവർ ആനിമൽസ് നമ്മൾ ഈ പറഞ്ഞ എർത്ത് വേവിലും ടേപ്പ് വേവിലും ലീച്ചിലും സ്പഞ്ചിലും ഒക്കെ എങ്ങനെയാണ്, ഒറ്റ ജീവിയിൽ തന്നെ എന്തുണ്ട്, 2 സെക്സ് ഓർഗനും ഉണ്ട്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ ഇവിടെ ഒരു ജീവി മതി. ഇപ്പൊ എർത്ത് വേവിന്റെ ആണെങ്കിൽ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, വീണ്ടും കാണിക്കും. ആ എർത്ത് വേവിന്റെ ബോഡിക്കുള്ളിലെ ടെസ്റ്റിസും ഉണ്ട്, ഓവറിയും ഉണ്ട്. അപ്പൊ 2 ഗമീറ്റും അവിടെ ഉണ്ടായി ഒരു ഇൻഡിവിജ്വലിനുള്ളിൽ തന്നെ എന്ത് നടക്കും, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസിന് നമ്മളൊരു പേര് പറയും, എന്താണ്, ഹെർമാഫ്രൊഡൈറ്റ് എന്ന് പറയും. ഹെർമാഫ്രൊഡൈറ്റ്, 2 സെക്സും ഒരു ജീവിയിൽ തന്നെയുള്ള ആനിമലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെർമാഫ്രൊഡൈറ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മള് 2 സെക്സും ഒരു പ്ലാന്റിലുണ്ടെങ്കിൽ അതിനെ വിളിച്ച പേരെന്തായിരുന്നു, മൊണേഷ്യസ് എന്നാണ് വിളിച്ചത് അല്ലെ. ഇപ്പൊ നമ്മള് ആനിമലിനെ അങ്ങനെ മൊണേഷ്യസ് എന്ന് വിളിക്കാറില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്, ഹെർമാഫ്രൊഡൈറ്റ്. അപ്പോൾ നമ്മള് ഇപ്പൊ നിൽക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ 3 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അത് ഒന്നാമത്തേതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അതിന് 2 സബ്സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു, ഗമീറ്റോജെനസിസ് ആൻഡ് ഗമീറ്റിക് ട്രാൻസ്ഫർ. അപ്പൊ അതില് ഗമീറ്റോജെനസിസിലാണ് നമ്മളിവിടെ നിൽക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക്ക്, സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗമീറ്റോജെനസിസ്. ഗമീറ്റോജെനസിസിന് നമുക്ക് സമയത്ത് നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാണെന്നാണ് നമുക്ക് ഇനി കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 തരം ഡിവിഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, മൈറ്റോസിസും മിയോസിസും. മൈറ്റോസിസിൽ നമ്മൾ കണ്ടു, മൈറ്റോസിസ് നടന്ന് ഒരു സെല്ലിൽ നിന്ന് എത്ര ഡോട്ടർ സെല്ലാണ് ഉണ്ടാവുക, 2 ഡോട്ടർ സെൽ ഉണ്ടാവും. ആ ഡോട്ടർ സെല്ലിലും ക്രോമസോം നമ്പർ എത്ര തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. 2 ഡോട്ടർ സെൽ ഉണ്ടാവും, 2ലെയും ക്രോമസോം നമ്പർ പേരന്റ് സെല്ലിലേന് തുല്യമായിരിക്കും. മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷനിൽ എങ്ങനെയായിരുന്നു, 46 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര ഡോട്ടർ സെൽ ഉണ്ടാവും, 4 ഡോട്ടർ സെല്ലാണ് ഉണ്ടാവുക. ഓരോന്നിലെയും ക്രോമസോം നമ്പർ എത്രയായിരിക്കും, 23 കാണുള്ളൂ എന്ന് പറഞ്ഞാൽ നേരെ പകുതിയായി പോകും. ക്രോമസോം നമ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവിഷനാണ് എന്ത്, മിയോസിസ്. അതുകൊണ്ടാണ് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിച്ചത്. അപ്പൊ നമ്മുടെ ചോദ്യം, സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗാമീറ്റോജെനസിസ്. ഏതെങ്കിലും ഒരു ജീവിയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏത് സെൽ ഡിവിഷൻ നടക്കണം എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ നമ്മള് ഈ 2 തരം ഡിവിഷൻസ് ഏതാണെന്ന് ഇവിടെ കണ്ടു. ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കൂ. ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. അല്ലെങ്കിൽ ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിലും ഹാപ്ലോയിഡ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും ബിഗ് ആണെങ്കിലും ഗമീറ്റ് എങ്ങനെയായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതൊന്നുകൂടെ മനസ്സിലാക്കാം. നോക്കൂ, വാട്ട് ഈസ് N and 2N, ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് എന്താണോ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ ബീയിങ്സിന്റെ സെല്ല്, നമ്മുടെ ബോഡി സെല്ല് എങ്ങനെയാണ്, നമ്മുടെ ബോഡി സെല്ല് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്രോമസോം നമ്പർ എത്രയാണുള്ളത്, 46 ആണല്ലേ. 46 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയതാണ്, 23 എണ്ണം നമുക്ക് അമ്മയുടെ ഗമീറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതിന്റെ കറസ്പോണ്ടിങ് പേരായിട്ടുള്ള 23 എണ്ണം നമ്മുടെ അച്ഛന്റെ ഗമീറ്റ് വഴി നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇവിടെ 2 സെറ്റ് ഉണ്ട്, 2 സെറ്റ് ക്രോമസോം, 23 പ്ലസ് 23 ആയിട്ടുള്ള 2 സെറ്റ് ആണ്. ഇങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ പറയുക 2N അല്ലെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് പറയുക. നേരെ മറിച്ച് ഹ്യൂമൻ ബീയിങ്സിന്റെ ഗമീറ്റിലാണെങ്കിലോ, ഇത് മിയോസിസ് നടന്നു കഴിയുമ്പോൾ ക്രോമസോം നമ്പർ പകുതിയായി പോവില്ലേ.
അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഒരു സെറ്റ് മാത്രമേ കാണുള്ളൂ. 23ന്റെ ഒരു സെറ്റ് മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുക, എൻ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് എന്ന് പറയുക. അപ്പൊ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം അല്ലേ? ഓക്കെ. അടുത്ത നമ്മള് ഇവിടുത്തെ ചോദ്യം, ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ജീവികൾ രണ്ടു തരമുണ്ട്, ഡിപ്ലോയിഡ് ഓർഗാനിസം ഉണ്ട്, ഹാപ്ലോയിഡ് ഓർഗാനിസം ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു ഹ്യൂമൻ ബോഡി സെൽസ് എല്ലാം എങ്ങനെയാ, ഡിപ്ലോയിഡ് ആണ് അല്ലെ, 46 രണ്ട് സെറ്റ് ഉള്ളതാണ്. എന്നാൽ നമ്മള് ലോവർ ഓർഗാനിസംസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അവരുടെ ബോഡി തന്നെ ഹാപ്ലോയിഡ് ആണ്. ഇങ്ങനത്തെ ആയിരിക്കും, ഒരു സെറ്റ് ക്രോമസോംസ് മാത്രമുള്ളതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം, ഡിപ്ലോയിഡ് ഓർഗാനിസം ഡിപ്ലോയിഡ് ആണെങ്കിൽ അതിൽ നിന്ന് ഹാപ്ലോയിഡ് ഗമീറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ഡിവിഷൻ നടക്കണം? അല്ലെങ്കിൽ ഓർഗാനിസം ഹാപ്ലോയിഡ് ആണെങ്കിൽ അതിൽ നിന്ന് ഹാപ്ലോയിഡ് ഗമീറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് ഡിവിഷൻ നടക്കണമെന്ന് ചോദ്യം. അപ്പൊ അതിന് കൃത്യം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടു, നമുക്ക് ഗമീറ്റ് എപ്പോഴും എന്താണ്, ഹാപ്ലോയിഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പേരന്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ഇവിടെ എന്ത് ഡിവിഷൻ നടക്കണം? ഹാപ്ലോയിഡ് കിട്ടണമെങ്കിൽ എന്ത് നടക്കണം? മിയോസിസ് അല്ലെ, മിയോസിസ് നടക്കണം. നേരെ മറിച്ച് പേരന്റ് സെല്ല് ഹാപ്ലോയിഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് ഗമീറ്റ് കിട്ടാൻ എന്ത് ഡിവിഷൻ നടന്നാൽ മതി? മൈറ്റോസിസ് നടന്നാൽ മതി, മൈറ്റോസിസ് നടന്നാൽ മതി. അപ്പൊ അതാണ് ഡിഫറൻസ്. നമുക്ക് ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി, ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. അപ്പം പേരന്റ് ഡിപ്ലോയിഡ് ആണെങ്കിലും ഹാപ്ലോയിഡ് ആണെങ്കിലും അതനുസരിച്ചിട്ട് ഡിവിഷൻ ഏത് നടക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അടുത്തൊരു ടൈം കൂടെ നമുക്ക് കാണാനുള്ളത് മിയോസൈറ്റ്സ് ആണ്. മിയോസൈറ്റ്, മിയോസൈറ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്, ഗമീറ്റിക് പേരന്റ് സെൽസ് ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഡിപ്ലോയിഡ് ഓർഗാനിസംസിലെ ഗമീറ്റ് ഉണ്ടാകുന്ന ആ പേരന്റ് സെല്ലിന് പറയുന്ന പേരാണ് എന്ത്? മിയോസൈറ്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിൽ നിന്ന് ഗമീറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ടെസ്റ്റിസ് അല്ലെങ്കിൽ ഓവറിക്കുള്ളിലുള്ള ആ സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകളെയാണ് എന്ന് പറയുക, മിയോസൈറ്റ് എന്ന് പറയുക. ഇവിടുത്തെ ഈ സെല്ലുകളെല്ലാം എത്രയാണ്? ഇവിടെ ക്രോമസോം നമ്പർ 46 ആണ്. ഇതിൽ നിന്നാണ് ഗമീറ്റ് ഉണ്ടാകാൻ പോവുക. അപ്പോൾ എന്ന് പറയുക. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് അല്ലെ, നമ്മുടെ ഈ സെല്ലുകളെല്ലാം 46 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മെയിൽ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ എത്ര വേണം? 23 മതി. അപ്പോൾ ഈ ഗമീറ്റിക് മദർ സെൽസിൽ എന്ത് ഡിവിഷൻ നടക്കണം? മിയോസിസ് നടക്കണം. അപ്പൊ മിയോസിസ് നടന്ന് ഗമീറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മിയോസിസ് നടക്കുന്ന ആ പേരന്റ് സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുക? മിയോസൈറ്റ്സ് എന്ന് പറയുക. അത് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഓർഗാനിസം ഹാപ്ലോയിഡ് ആണ് എങ്കിൽ അവിടെ മിയോസിസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ മൈറ്റോസിസ് തന്നെ നടന്നാൽ മതി. അപ്പം ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മിയോസൈറ്റുകളും ഗമീറ്റുകളും തമ്മിലുള്ള ക്രോമസോം നമ്പറിലെ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ടേബിൾ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് കാണാം. 3 കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ നെയിം ഓഫ് ഓർഗാനിസം, രണ്ടാമത്തേത് ക്രോമസോം നമ്പർ ഇൻ മിയോസൈറ്റ്, 3 ക്രോമസോം നമ്പർ ഇൻ ഗമീറ്റ് ആണ്. എക്സാമ്പിൾ നോക്കൂ, ആദ്യം തന്നിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്സിന്റെ ആണ്. നമ്മുടെ മിയോസൈറ്റിന്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. മിയോസൈറ്റിന്റെ ക്രോമസോം നമ്പർ എപ്പോഴും ബോഡി സെല്ലിന്റെ ക്രോമസോം നമ്പറുമായിട്ട് ഈക്വൽ ആയിരിക്കും, 46 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗമീറ്റിന്റെ ക്രോമസോം നമ്പർ എത്രയാണ്? അതിന്റെ പകുതിയാണ്, 23. കാരണം മിയോസിസ് നടന്നാണ് അത് ഉണ്ടാവുക. വേറെ കുറെ ജീവികളുടെ പേര് തന്നിട്ടുണ്ട്, നമുക്ക് ടെക്സ്റ്റിൽ അത് കാണാം. ഹൗസ് ഫ്ലൈ ആണെങ്കിൽ അവിടെ മിയോസൈറ്റിന്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഗമീറ്റിലെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും അല്ലെ, 6 ആയിരിക്കും. അപ്പൊ ടെക്സ്റ്റില് ക്രോമസോം നമ്പറിന്റെ പോർഷൻ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പം വേറൊരു കേസ് ഒഫിയോഗ്ലോസം അവിടെ തന്നിട്ടുണ്ട്. ഒഫിയോഗ്ലോസം എന്ന് പറയുന്നത് ഫേണിന്റെ ആണ്. അപ്പൊ അവിടെ തന്നിരിക്കുന്നത് അതിന്റെ 630 ആണ്. ആരുടെ ക്രോമസോം നമ്പർ ആണ്? ഗമീറ്റിന്റെ ക്രോമസോം നമ്പർ ആണ്. എന്നിട്ട് ഇവിടെ നമ്മളോട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പറയാണ്. ഇപ്പൊ നമ്മൾ ഫില്ല് ചെയ്യണം. എത്രയാണ്? ഇവിടെ നമ്മളൊരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ്? മിയോസൈറ്റിലെ ക്രോമസോം നമ്പറിന്റെ പകുതി ആയിരിക്കും ഗമീറ്റിലെ, ഗമീറ്റിലെ ക്രോമസോം നമ്പറിന്റെ ഇരട്ടി ആയിരിക്കും മിയോസൈറ്റിലെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒഫിയോഗ്ലാസത്തിന്റെ ക്രോമസോം നമ്പർ എത്രയാ? മിയോസൈറ്റിലെ ഇതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ. ഇപ്പൊ എത്ര വരും? 1260 വരും. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റിലെ ആ പിക്ചേഴ്സ് ഒന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ
ഹോമോഗമീറ്റ്സിന്റെയും ഹെറ്ററോഗമീറ്റ്സിന്റെയും പിക്ചേഴ്സ് ആണ് ഇവിടെ. ക്ലാഡോഫോറയുടെ സിമിലർ ആയിട്ടുള്ള ഹോമോഗമീറ്റ്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഫ്യൂക്കസ് എന്ന് പറയുന്ന ആൽഗയുടെ ഹെറ്ററോഗമീറ്റ്സ് ആണ്. സ്മോൾ മെയിൽ ഗമീറ്റും ലാർജ് ഫീമെയിൽ ഗമീറ്റും. ഹ്യൂമൻ ബീയിങ്സിലെ ഹെറ്ററോഗമീറ്റ് സ്മോൾ മെയിൽ ഗമീറ്റും ലാർജ് ഫീമെയിൽ ഗമീറ്റും. ഇതാണ് ടെക്സ്റ്റിലെ പിക്ചേഴ്സിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള എർത്ത്വേമിനെ ഇവിടെ കാണാം. ബൈസെക്ഷൽ ആയിട്ടുള്ള ക്യാര എന്ന് പറയുന്ന ആൽഗ ഇവിടെ കാണാം. യൂണിസെക്ഷൽ ആയിട്ടുള്ള ബ്രയോഫൈറ്റിലെ മാർക്കാൻഷിയയുടെ പിക്ചർ കാണാം. ഒരു ബൈസെക്ഷൽ ഫ്ലവർ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോക്രോച്ച്, മുകളിൽ കാണുന്നത് മെയിൽ കോക്രോച്ചും താഴെ കാണുന്നത് ഫീമെയിൽ കോക്രോച്ചും. അപ്പം ഈ പിക്ചേഴ്സ് നമ്മൾ കാണുന്നതിന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. പലപ്പോഴും ഇതിലേതെങ്കിലും ഒരു പിക്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസ് വരിക. ഇതാണ് ടെക്സ്റ്റിലെ ഓർഗാനിസംസിന്റെ പേരും അതുപോലെ തന്നെ മിയോസൈറ്റിന്റെയും ഗമീറ്റിന്റെയും ക്രോമസോം നമ്പർ തന്നിരിക്കുന്ന ടേബിൾ. ഈ ടേബിളിൽ ഗമീറ്റിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിയോസൈറ്റിലെ ക്രോമസോം നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ എല്ലാ ഓർഗാനിസംസിന്റെയും ഫെമിലിയർ ആക്കി വെക്കണം. നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് 3 മെയിൻ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അതിൽ ഒന്നാമത്തെ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലെ ഗമീറ്റോജെനസിസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഗമീറ്റിക് ട്രാൻസ്ഫർ കൂടെ കാണണം. പിന്നെ സെക്കൻഡ് മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ കാണണം. പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പോയിന്റ് കൂടെ കാണണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.